എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അടപ്രഥമനാണ്. സദ്യകളിലെ ഒഴിച്ചുകൂടാനാവാത്തതും സദ്യകളിൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതും എല്ലാവരും കൊതിയോടുകൂടെ കഴിക്കുന്നതുമായ പ്രഥമൻ തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രഥമൻ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അടപ്രഥമൻ തയ്യാറാക്കി എടുക്കാനായിട്ട് വലിയ അടയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അട നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം അട വേവിച്ചെടുക്കണം. അട വേവിച്ചെടുക്കുന്നതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള അട ചേർക്കാം. അട നല്ലോണം തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ലതുപോലെ വെന്ത് വന്നിട്ടുള്ള അട നമുക്കൊന്ന് കോരി മാറ്റാം. അതിനുശേഷം ഒരു ഊറ്റുപാത്രത്തിലേക്ക് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി വെക്കണം. ഈ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത് 200 ഗ്രാം അടയാണ്. 200 ഗ്രാം അട തയ്യാറാക്കി എടുക്കാനായിട്ട് 600 ഗ്രാം അളവിലാണ് ശർക്കര എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് 2 നാളികേരവും ആവശ്യമായിട്ടുണ്ട്. ശർക്കരപ്പാനി നന്നായിട്ട് ഉരുക്കി കഴിഞ്ഞാൽ പിന്നെ പ്രഥമൻ തയ്യാറാക്കി എടുക്കാനുള്ള ഓട്ടുരുളി അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് അട വേവിച്ച് കഴുകിയതിന് ശേഷം ഈ ഒരു നെയ്യിലേക്ക് ചേർത്തൊന്ന് വഴറ്റിയെടുക്കാം. അടയിലെ വെള്ളമെല്ലാം വറ്റി ഒന്ന് വഴണ്ടു വരുന്ന പാകത്തില് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം. അടയിലേക്ക് ശർക്കരപ്പാനി മുഴുവനും തന്നെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നാളികേരത്തിൽ നിന്ന് എടുത്തിട്ടുള്ള 1/2 ലിറ്റർ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ പാലും കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ തന്നെ ഇളക്കി ഒന്ന് വറ്റിച്ചെടുക്കാം. നാളികേര പാലിൽ കിടന്ന് അട നല്ല പോലെ വെന്ത് കുറുകിയ പാകത്തിലേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് 1-ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മളിവിടെ 1-ാം പാല് 250 മില്ലി അളവിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെയില്ല. അതിനുശേഷം നമുക്കിതിലേക്ക് ഏലക്കയും ചുക്കും കൂടി ചേർത്ത പൊടി ചേർത്ത് കൊടുക്കണം. വീണ്ടും നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂസും നാളികേര കൊത്തും കൂടെ നെയ്യിൽ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന അടപ്രഥമനിലേക്കാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായ അടപ്രഥമൻ ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.